ഹലോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് കരുതുന്നു. അപ്പോൾ അതാണ്ട് മോളെ സ്കൂളിലൊക്കെ വിട്ടതിന് ശേഷം ഞങ്ങളൊന്ന് പുറത്തോട്ടിറങ്ങി മീനും കാര്യങ്ങളൊക്കെ മേടിക്കണമായിരുന്നു. മെയിൻ കാരണം ഇതായിരുന്നു. കാരണം നമ്മളെ ചേച്ചിയുടെ മാല ഒന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്നു, രണ്ടായിട്ട് പൊട്ടിപ്പോയത്. അപ്പോൾ അത് അമ്മച്ചി പറഞ്ഞു തൽക്കാലം ഒന്ന് വിളക്കിച്ച് ചേർക്കാൻ പറഞ്ഞു, ഒട്ടിച്ച് നമുക്ക് ഉപയോഗിക്കാമല്ലോ എവിടെയെങ്കിലും പോകുമ്പോൾ. അങ്ങനെ അത് ഒട്ടിക്കാനായിട്ട് കൊടുത്തു. അതിപ്പോൾ നാളെ രാവിലെ കിട്ടത്തുള്ളൂ. അപ്പോൾ നാളെ മോക്ക് സ്പോർട്സ് ഡേ ആണ്. അതിൻ്റെ വ്യാഴവും വെള്ളിയും, ബുധൻ സ്പോർട്സ് ഡേ, വ്യാഴവും വെള്ളി അവരുടെ പ്രോഗ്രാമും കാര്യങ്ങളും അവരുടെ ഒരു യൂത്ത് ഫെസ്റ്റ് പോലെ നടത്തുന്നുണ്ട്. അപ്പം ആക്കെല്ലാം സെറ്റായി. പിന്നെ മേക്കപ്പ് ഒന്നും നമ്മൾ വേണ്ട, നമ്മളെ കയ്യിൽ ഐലൈനറും പൗഡറൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്നും പറഞ്ഞിരുന്നു. അപ്പം പാരൻസ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വിളിക്കുമല്ലോ, അപ്പോൾ ഇവർ ബേബി ക്യൂൻ അതൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ കുറച്ച് മേക്കപ്പ് വേണമെന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു. നമ്മൾ ആ മേക്കപ്പ് ഇടുമ്പോഴായിരിക്കും ആ സ്റ്റേജിലോട്ട് കയറി വയ്ക്കുമ്പോൾ അവർക്കൊരു ഇമ്പം തോന്നുന്നത്. പിന്നെ രസമല്ലേ, എല്ലാ മക്കളും മേക്കപ്പ് ഇട്ടൊക്കെ നിൽക്കുന്ന കാണുമ്പോൾ തന്നെ ഒരു രസമാണ്. അപ്പം മേക്കപ്പൊക്കെ കാരണം നമുക്ക് ടൈമില്ല. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് അവരെ ഒരുക്കിയെടുക്കാനുള്ള ടൈം നമുക്ക് കിട്ടത്തില്ല. വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ ഒരുക്കിക്കൊണ്ട് പോകണം. അല്ലെങ്കിൽ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ നമ്മൾ പാരൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എല്ലാം കൊടുക്കുകയും എടുക്കുകയും ചെയ്യുമ്പോൾ നമുക്കത് ചെയ്യാമായിരുന്നു. പക്ഷെ നമുക്ക് അതിനുള്ള ടൈം കിട്ടത്തില്ല. അതുകൊണ്ട് പിന്നെ വിചാരിച്ച് അമ്മയടുത്ത് ചേച്ചി വിളിച്ചു വെച്ചോ പറഞ്ഞ് മേടിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങളൊരു 260 രൂപ എങ്ങാണ്ടായി ഈ ഒരു സാധനത്തിന്. നമ്മളെ കയ്യിൽ ഒതുങ്ങുന്ന അത്രയേ ഉള്ളൂ. പിന്നെ ഇത് മതി നമുക്ക് തൽക്കാലം ഒന്ന് ടച്ചപ്പ് ചെയ്യാനും എടുക്കാനൊക്കെ ഈ ഒരു സാധനം മതി. അങ്ങനെ ഒരു കുഞ്ഞ് മേക്കപ്പ് സെറ്റ് വാങ്ങി. ഇനി ഇത് പാത്ത് കൊണ്ടുവെക്കണം. അന്ന് പ്രോഗ്രാമിൻ്റെ അന്ന്, അതായത് മറ്റന്നാൾ വ്യാഴാഴ്ച ഇതെടുക്കാവൂ. കാരണം ഇതെന്തുവാ എങ്ങനെയാണെന്ന് പറഞ്ഞ് ചോദിച്ചുകൊണ്ടേ ഇരിക്കും. കാരണം അവൾ ഇതൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ അത് വെപ്രാളമായിരിക്കും. കാരണം ഒരുങ്ങാൻ കുറച്ച് ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഒരു വെപ്രാളം, ഇതൊക്കെ എങ്ങനെ നശിപ്പിക്കുക, എങ്ങനെ തീർക്കാമെന്നേ അവൾ ശ്രമിക്കത്തുള്ളൂ. അപ്പം എവിടെയെങ്കിലും കടം മേടിച്ചെന്നും പറഞ്ഞായിരിക്കണം ഇതൊക്കെ കൊടുത്ത് ഒന്ന് സെറ്റപ്പ് ആക്കേണ്ടത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അപ്പോൾ നമ്മൾ ആ വരുന്ന വഴിക്ക് അയില വാങ്ങിക്കൊണ്ട് വന്നായിരുന്നു. നല്ല പച്ച അയിലയായിരുന്നു. 100 രൂപ 4 എണ്ണം കിട്ടി. പിന്നെ കപ്പ മേടിച്ചിട്ടുണ്ട്. അന്ന് കപ്പ ഞങ്ങളെ പറ്റിച്ച് കേട്ടോ, അത് ഞാൻ പിന്നെ പറയാം. അപ്പം കപ്പയുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഒന്ന് കറി വെക്കണം. അപ്പോൾ അതിൽ ഞാൻ വിചാരിച്ച് തേങ്ങ അരച്ച് കറി വെക്കാമെന്ന്. കാരണം ഒരു മാങ്ങ കിടപ്പുണ്ട്. തേങ്ങ കറി ആകുമ്പോൾ കുഞ്ഞിനും കൊടുക്കാൻ പറ്റും. പിന്നെ പ്രത്യേകം അവൾക്കൊന്നും ആക്കണ്ട. അപ്പോൾ രാവിലെ അവൾക്ക് തോരനും ചമ്മന്തിയും മുട്ട വറുത്തതും കൂടെ കൂട്ടിയാണ് അവൾക്ക് ചോറ് കൊടുത്തിട്ട്. അങ്ങനെ അതാണ്ട് കപ്പ പെട്ടെന്ന് ഞാൻ വൃത്തിയാക്കി. വെള്ളം പോലിരിക്കുന്ന കപ്പയായിരുന്നു. എന്താ അതിന് വിളവിൻ്റെ സമയമാവാതെ പറിച്ചെടുത്തിയാണോ എന്തോ അറിഞ്ഞുകൂടാ. എന്താ കപ്പ നല്ലൊരു പണിയായിരുന്നു. ഒട്ടും വേവുന്നുണ്ടായിരുന്നില്ല. അങ്ങനെയൊക്കെ ഞാൻ ചെയ്തിട്ടും അത് വേവുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഈ ടൈമിലെല്ലാം ഞാൻ പിന്നെ ഫോണിൽ വിളിക്കുന്നുണ്ട് കേട്ടോ. ഫോൺ എന്നെ പ്രിയ വിളിച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ ഒരു അനിയത്തി കൊച്ച്. അപ്പോൾ അവൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. കുറേ നാളായി ഞങ്ങൾ വിളിച്ചിട്ട്. അപ്പം അവളുടെ കുഞ്ഞിൻ്റെ കാര്യവും അവൾക്ക് ചെറിയൊരു വിശേഷവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ പുള്ളിക്കാരി എൻ്റെ അടുത്ത് പറഞ്ഞ്, ഇവിടുത്തുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു. അങ്ങനെ ഇന്നത്തെ ഈ അടുക്കള ജോലി ഫുള്ള് കഴിയുന്നിടം വരെ, ക്ലീനിങ്ങിന് മുമ്പ് വരെ ഞാൻ അവളുടെ അടുത്ത് സംസാരിച്ചിട്ടെല്ലാം ചെയ്യുന്നത്. അതിൻ്റെ ഇടയ്ക്ക് അബദ്ധവും പറ്റിയാണ്. ചട്ടി കത്തിച്ച് വെച്ച്, ചട്ടി കത്തിക്കേണ്ടായിരുന്നു, ചട്ടിക്ക് തീ കൊടുക്കേണ്ടായിരുന്നു. അരപ്പ് കലക്കി വെച്ചിട്ട് മാങ്ങയും കാര്യങ്ങളും എല്ലാം ചേർത്തിട്ടാണ് ഇന്ന് വെക്കുന്നത്. മറ്റേ നമ്മൾ എണ്ണ ഒഴിച്ചൊന്ന് വാട്ടുവാൻ. ഇന്ന് ഞാൻ അങ്ങനെ ചെയ്യണ്ട, എല്ലാം ഒരുമിച്ച് മാങ്ങയും അരപ്പും എല്ലാം ഒരുമിച്ച് കലക്കിയിട്ട് ഒന്ന് തിളച്ചതിന് ശേഷം മീനിടാം. പക്ഷേ അതിന് മുമ്പേ ഞാൻ ഫോണിൽ സംസാരിച്ചിട്ട് ശ്രദ്ധയില്ലാഞ്ഞിട്ട് ചട്ടിക്ക് തീ കൊടുത്തിട്ടുണ്ടായിരുന്നു. ചട്ടി നന്നായിട്ട് ചൂടാവുകയും ചെയ്തു. അപ്പോഴേ എനിക്ക് മനസ്സിലായത്, അയ്യോ ചട്ടി വെറുതെ കത്തിച്ച് വെച്ചേക്കുമല്ലേ. പിന്നെ പെട്ടെന്ന് അരപ്പൊക്കെ കലക്കി വെച്ച് ഈ ടൈമെല്ലാം അവളോട് സംസാരിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ പോകുമ്പോൾ ഫോൺ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കും. എന്നിട്ട് സ്പീക്കർ ഇട്ട് എവിടെയെങ്കിലും ചാരി വെച്ചേക്കും. എന്നിട്ട് അവളുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. പിന്നെ നമ്മളെ കുക്കറിൽ കപ്പ ഒരു തരത്തി വേവുന്നില്ല. പിന്നെ അത് വെന്തൂറ്റി അരപ്പെല്ലാം ഇട്ടിട്ട് ഉടയാത്തത് കൊണ്ട് പിന്നെ ഞാൻ കുക്കറിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. 3 വിസിൽ കേൾപ്പിക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ കഴുകാനുള്ള പാത്രങ്ങളെല്ലാം ഓരോന്നോരോന്നായിട്ട് സിങ്കിലോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ പൊസിഷൻ മാറുന്നതിനനുസരിച്ച് എൻ്റെ ഈ ഫോണും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. കാരണം അവൾ സംസാരിക്കുന്നുണ്ട്, ഞാനും കത്തി വെക്കുന്നുണ്ട്, അവളും കത്തി വെക്കുന്നുണ്ട്. അങ്ങനെ അവൾ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ചേച്ചി ജോലിയെല്ലാം ഒതുങ്ങിയെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പം എല്ലാ ജോലിയും ഒതുങ്ങി. കാരണം അവൾ വിളിച്ചിട്ട് വെക്കുമ്പോൾ എനിക്ക് പിന്നെ ക്ലീനിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മീൻകറിയും വെച്ച് കപ്പയും വെച്ച് അതെല്ലാം വൃത്തിയാക്കിയതെല്ലാം അവളെ വിളിച്ചുകൊണ്ട് തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എല്ലാ ഐറ്റങ്ങളും റെഡിയായി. അങ്ങനെ അവൾ ഫോൺ വെച്ച്, ഇനി എന്താ ക്ലീനിങ് ചെയ്തോന്ന് പറഞ്ഞിട്ട് ഫോൺ വെച്ച്. അപ്പോൾ പിന്നെ ഞാൻ വെച്ച് ഗ്യാസ് ആദ്യമേ അങ്ങ് വൃത്തിയാക്കിയിടാന്ന്. അങ്ങനെ അതാണ്ട് ഗ്യാസ് തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ട് നമ്മളെ ചോറും കറിയൊക്കെ ഒന്ന് ഒതുക്കി പറക്കി വെച്ച്, വലിച്ച് വാരി അങ്ങും ഇങ്ങും നീക്കി വെക്കാതെ ഇങ്ങനെ ഒതുക്കി വെക്കണം എനിക്ക്. പിന്നെ വെള്ളം ജഗ്ഗിലില്ലായിരുന്നു, വെള്ളം കൊണ്ടൊഴിച്ചിട്ട് വെള്ളത്തിൻ്റെ പാത്രം കഴുകാനിട്ട്. അങ്ങനെ പാത്രങ്ങളെല്ലാം ഒരുവിധം കുന്നുകൂടി. അതെല്ലാം
കഴുകി വൃത്തിയാക്കി വെച്ചു. അപ്പോൾ ചേച്ചിയായിട്ടാണ് കത്തിവെപ്പ്. ചേച്ചി എൻ്റെ അടുത്ത് നിൽപ്പുണ്ട്. ചേച്ചിയായിട്ട് പ്രിയ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുമല്ലോ. അപ്പോൾ അതെല്ലാം പറഞ്ഞ് അവൾ അമ്മയും ചേച്ചിയൊക്കെ പറയണേന്ന് പറഞ്ഞു, കുഞ്ഞിനെയും തിരക്കിയെന്ന് പറയണേന്ന് പറഞ്ഞ്. കാരണം എൻ്റെ മോളെ ആദ്യം പഠിപ്പിക്കുന്ന ടീച്ചർ അവളാണ് അക്ഷരം എഴുതിയതിനു ശേഷം ആദ്യമായിട്ട് മോൾക്ക് അക്ഷരങ്ങൾ പറഞ്ഞു കൊടുക്കുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പം അന്ന് മുതലുള്ള പരിചയമാണ് ഇപ്പം വരെയും. പിന്നെ ദാണ്ടെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് എല്ലാം നമ്മൾ ഉച്ചയൂണിൻ്റെ കാര്യങ്ങളെല്ലാം സെറ്റായി. അപ്പോൾ ചോറൊക്കെ രാവിലെ വെച്ചതാണ്, മോൾക്ക് കൊണ്ടുപോകണമായിരുന്നല്ലോ. അപ്പോൾ ദാണ്ടെ ചോറ്, കപ്പ, വേവാത്ത കപ്പ, ഒരു വിധത്തിലത് വേവൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ദാണ്ടെ നമ്മൾ അയില, നല്ല പച്ച അയിലയായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ നല്ല ടേസ്റ്റും കാണും അരപ്പിന്. പിന്നെ രാവിലെ വെച്ച പയറും അമരക്കയും കൂടി ഇട്ടിട്ട് മോൾക്ക് തോരൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ കുഞ്ഞു വിശേഷങ്ങൾ ഇന്നത്തെ ദിവസം ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നമ്മളെ ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ടാറ്റ.